ഹലോ, എന്റെ പേര് അവന്തിക എന്നാണ്. എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. രാവിലെ തന്നെ യൂട്യൂബ് തുറന്നപ്പോൾ ഈ കുട്ടിയുടെ ഒരു വീഡിയോ ആണ് കണ്ടത്. ഇനിയിപ്പോ ഈ കുട്ടിയെ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ട്. ഈ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതെന്ന് പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ട്. കുട്ടി തന്നെ പറയുന്നുണ്ട്, എന്നെ ആരും പറഞ്ഞു പറയിപ്പിച്ചതല്ല, എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് എന്ന് കുട്ടി തന്നെ പറയുന്നുമുണ്ട്. എന്റെ പേഴ്സണൽ പരമായിട്ടുള്ള അഭിപ്രായമാണ്, സോഷ്യൽ മീഡിയാസിൽ നിന്ന് മാക്സിമം കുട്ടികളെ ഒഴിവാക്കി നിർത്തുക. ഇതേപോലുള്ള ഒരു കാര്യമോ അഭിപ്രായങ്ങളോ തുറന്നു പറയാൻ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് വിടാതിരിക്കുക. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കുട്ടിയിട്ട വീഡിയോയുടെ താഴെ ഞാൻ കമന്റുകൾ വായിച്ചു. ഞാനൊന്ന് വായിച്ചേൽപ്പിച്ചു തരാം. സ്കൂളിൽ ഫാദറിനെ പറ്റി മാത്രമേ കുട്ടിയോട് ഫ്രണ്ട്സ് ചോദിക്കത്തുള്ളൂ. അമ്മ ചെയ്തു വെക്കുന്ന തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്ത് അലക്കിയതാ. കോഴി സുന്ദറിനെ പോലെ ഒരാളെ എടുത്തപ്പോൾ അതിലല്ലേ കൂടുതൽ നാണക്കേട് തോന്നേണ്ടത്. കുട്ടി മുതിർന്നവർ പഠിപ്പിച്ച കാര്യങ്ങളും അച്ഛനെതിരെ മനസ്സിൽ കുത്തിവെച്ച വെറുപ്പും കൊണ്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അയാളെ സ്നേഹിക്കാൻ പറ്റില്ല. അച്ഛനെ വേണ്ടെങ്കിൽ വേണ്ട, സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊരു കമന്റ്. അടുത്ത കമന്റ്സ്. കോഴി സുന്ദറിന്റെ കൂടെ അമ്മ പോയതിൽ മകളെ നിനക്ക് നല്ല അഭിമാനമുണ്ടോ? ദിലീപിന്റെയും മഞ്ജുവിന്റെയും മോളെ നമിക്കുന്നു. എത്ര പക്വതയുള്ള കുട്ടിയാണ്. ഒരു മോശം വാക്കുപോലും ആ കുഞ്ഞ് അച്ഛനെ പറ്റി അമ്മയെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്നെ വളർത്തിയ ഫാമിലി നല്ലതായിരുന്നെങ്കിൽ നീ ഇങ്ങനെ വന്ന് ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. അടുത്ത കമന്റ്. കോഴി സുന്ദറിന്റെ കൂടെ അമ്മ പോയതിൽ മകളെ നിനക്ക് നല്ല അഭിമാനമുണ്ടോ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ആ ഒരു കുട്ടി ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകൾ. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, ഒരു കൊച്ചു കുട്ടി ചെയ്തതാണത്. ആ കുട്ടിയുടെ മനസ്സിൽ എന്താണോ അത് ആ കുട്ടി പറയുന്നുണ്ട്. അത് പറഞ്ഞതോ പറയിപ്പിച്ചതോ എന്താണോ ആ കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടി പറയുന്നതിന്റെ താഴെ ആ ഒരു കുട്ടി അതൊരു കൊച്ചാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ ആളുകൾ വന്നിട്ട് എഴുതിയിരിക്കുന്ന കമന്റുകളാണ് ഞാൻ വായിച്ചത്. മകളുടെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആക്ടർ ബാലയുടെ ഒരു പ്രതികരണമുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. 3 വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. ആക്ടർ ബാല പറയുന്നത് കേൾക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം എന്തായിരിക്കും? നല്ലൊരു അച്ഛൻ, ആ അച്ഛന് മകളുടെ സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മ മകളെ അച്ഛന്റെ അടുത്തേക്ക് വിടുന്നില്ല, അച്ഛനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അകറ്റി വളർത്തുന്നു, എന്തൊരു ദുഷ്ടയായ അമ്മ എന്നിങ്ങനെയുള്ള രീതിയിലായിരിക്കും ബാലയുടെ പ്രതികരണം കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമൃത ബാലയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്, ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ 3 കെട്ടിയതാണ്, വെറുതെയല്ല ഇപ്പം എലിസബത്ത് ഉപേക്ഷിച്ചു പോയത്, കയ്യിലിരിപ്പിതല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അമൃത എന്തെങ്കിലും പറയുമ്പോൾ അമൃതയുടെ വീഡിയോയുടെ താഴെയാണെങ്കിലും വരുന്നത്. കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ്, മമ്മി ഈ ബർത്ത്ഡേ എന്റെ വീഡിയോ വന്ന സമയത്ത്, മമ്മി ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്റെ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കണതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അവളെ ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ്, ചേച്ചിമാരൊക്കെ. അവൾക്കൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും അല്ലെ. അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ആദ്യമായിട്ടല്ല ഡിവോഴ്സ് ഉണ്ടാകുന്നത്.
പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നറിയാൻ എല്ലാവർക്കും ഒരുപാട് ആകാംക്ഷയുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം ഇവരെ ഒരുപാട് ഇന്റർവ്യൂസിന് വിളിക്കും. ആ ഇന്റർവ്യൂകളിലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയായിരിക്കും. എന്തുകൊണ്ട് ഒത്തുപോകാൻ പറ്റിയില്ല, മകളെ ഓർമ്മയുണ്ടോ, പിരിഞ്ഞതിൽ ദുഃഖമുണ്ടോ എന്നിങ്ങനെ തുടങ്ങുന്നതായിരിക്കും കോമൺ ക്വസ്റ്റ്യൻസ്. കുടുംബ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും കുടുംബത്തിലെ പേഴ്സണൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സോഷ്യൽ മീഡിയാസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബാഡ് കമന്റ്സും വരും, നല്ല കമന്റ്സും വരും. അതിൽ തന്നെ നമ്മളെ അഫക്റ്റഡ് ആകുന്ന ഒരുപാട് കാര്യങ്ങളും വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം ഇതേപോലെയെല്ലാം ആയതിനു ശേഷം വീണ്ടും മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞിട്ടോ വിഷമങ്ങൾ പറഞ്ഞിട്ടോ കാര്യമില്ല. അതും ആൾക്കാർ ആ ഒരു വിഷമം എന്നുള്ള രീതിയിൽ കാണാൻ ചാൻസ് ഇല്ല. അതിന് പിന്നെയും അതേപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള കമന്റ്സ് വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളൂ. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ഒരു കുട്ടി വന്ന് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ ഫീലിങ്സ് ആണ്. ആ കുട്ടി ഒരു കുട്ടിയുടെ വീഡിയോ ആണ് എന്ന് പോലും നോക്കാതെ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റ്സുകളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അപ്പം ഇതിൽ പരം വേറൊരു ഉത്തരമില്ല. അതുകൊണ്ട് പേഴ്സണൽ ലൈഫ് എന്നും പേഴ്സണൽ ലൈഫായിട്ട് മാത്രം സൂക്ഷിക്കുക. പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാക്കുക. ഇവരുടെ ഫാമിലിക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും ആരാണ് യഥാർത്ഥ കുറ്റക്കാരി എന്നും ആരാണ് നിരപരാധി എന്നും ഇവർക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ. ഇനി രണ്ടുപേരും നിരപരാധി ആയിക്കോട്ടെ, രണ്ടുപേരും കുറ്റക്കാരായിക്കോട്ടെ, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആ മോളെന്നുള്ളത്. അപ്പൊ രണ്ടുപേരും ചിന്തിക്കേണ്ട എന്ത് കാര്യമാണ്, ആ മോളുടെ മുന്നോട്ടുള്ള ഭാവിയാണ്. ആ കുട്ടി ഇതേപോലുള്ള ഇഷ്യൂസ് ഇനി ഫേസ് ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമാണ് ഇവരെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതേപോലുള്ള ഇന്റർവ്യൂകളിലൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നില്ലേ?